ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എഗ് കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെയാണ് പിള്ളേർക്ക് 4 മണിക്ക് സ്നാക്സ് ആയിട്ടും ഒക്കെ ഈ എഗ് കട്ട്ലേറ്റ് വളരെ നല്ലതാണ്. നമുക്കിത് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കിയാലോ. മുട്ട വെച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങിയ മുട്ടയാണ്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റിന് ഞാൻ ഒരു 6 പീസ് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 6 എണ്ണമോ അതുപോലെ ഒന്ന് എടുക്കാം. ബ്രെഡ് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത മുട്ട ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നൈസ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിയും എഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ടൊന്ന് ഷേപ്പിലെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് എടുക്കാം. 12 കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മുട്ടയിൽ മുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി മുട്ട ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ റൊട്ടിപ്പൊടിയിൽ മുക്കി എല്ലാം ഒന്നെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് റൊട്ടിപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. കട്ട്ലറ്റ് എല്ലാം നമ്മൾ റൊട്ടിപ്പൊടിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ചെടുത്തൊന്ന് വറക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ കട്ട്ലറ്റും ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം കട്ട്ലറ്റ് വറുത്തെടുക്കാൻ. നമുക്ക് കട്ട്ലറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കോരാം. ആദ്യം ഇട്ടത് നമ്മൾ കോരിയെടുത്തു. ബാക്കിയും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് കട്ട്ലേറ്റ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.